ഹായ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് മെയ്ഡ് ഈസി ബൈ മേരി എം ജെ. ഇന്ന് നമ്മൾ +1 ഫോക്കസ് ഏരിയ 14th ചാപ്റ്റർ, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നുള്ളൂ. ഒന്നാമത്തെ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റും, പിന്നെ രണ്ടാമത്തെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ കോൺവേഴ്സ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു തന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എ സെൻറ്റൻസ് ഇസ് കോൾഡ് എ മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് രണ്ടും ഒന്നിച്ചാവാൻ പാടില്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം. -3 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ട്രൂ ആണ് അല്ലേ? -3 ഒരു നാച്ചുറൽ നമ്പർ അല്ല, അത് ട്രൂ ആണ്. സോ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ആർ യു ഗോയിങ് ടു ഡൽഹി? ക്വസ്റ്റ്യൻ ആണ് അവിടെ അല്ലേ? ആർ യു ഗോയിങ് ടു ഡൽഹി? ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇഫ് ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ എ സെൻറ്റൻസ് ഇസ് കോൾഡ് എ സ്റ്റേറ്റ്മെൻറ്റ് if it is either true or false but not both. ഇപ്പോൾ രണ്ടും കൂടെ ആവാൻ പാടില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ് 2 + 2 = 4. 2 + 2 is 4. അപ്പോൾ അത് ട്രൂ ആണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ തന്നെ നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി എന്താണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്? നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് അല്ലെങ്കിൽ ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് നെഗേഷൻ. ഡിനയൽ എന്ന് പറഞ്ഞാൽ നോട്ട്. ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് നെഗേഷൻ. അപ്പം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. അപ്പോൾ അതിൻ്റെ നെഗേഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇങ്ങനെയാണ് കേട്ടോ. നെഗേഷൻ പി എന്ന് വെച്ചാൽ നോട്ട് പി. അപ്പോൾ എങ്ങനെ എഴുതാം? ന്യൂ ഡൽഹി ഈസ് നോട്ട് എ സിറ്റി എന്ന് എഴുതാം. ന്യൂ ഡൽഹി ഈസ് നോട്ട് എ സിറ്റി. വേറൊരു രീതിയിൽ എങ്ങനെയാണ് നെഗേഷൻ എഴുതുക? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ അത് തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അതായത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. അപ്പോൾ അതാണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം അതിനകത്ത് കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. കോൺട്രാപോസിറ്റീവ് എന്താണ്? കോൺട്രാപോസിറ്റീവ് ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഫ് പി ദെൻ ക്യൂ. ഈ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇങ്ങനെ തന്നിരിക്കുക. ഇഫ് ഒരു കാര്യം ഉണ്ടായി, ദെൻ ക്യൂ. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതുന്നത്? ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ക്യൂ എഴുതണം. പക്ഷേ എന്തെഴുതണം? ഡിനയൽ, അതായത് നോട്ട് ക്യൂ. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അങ്ങനെയാണ് കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ തിരിച്ചെഴുതുക, പക്ഷേ നെഗറ്റീവായിട്ട് എഴുതണം. ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി ഇംപ്ലൈസ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു എക്സാമ്പിൾ കാണിക്കാം.
ഒരു എക്സാമ്പിൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ is divisible by 9, then it is divisible by 3. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂ. ആദ്യത്തെയാണ് പി, എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 എന്നുള്ളതാണ് പി, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നുള്ളതാണ് ക്യൂ. സോ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും? ഇഫ് അതിൻ്റെ നെഗേഷനാണ് എഴുതേണ്ടത് അല്ലേ, രണ്ടാമത്തെ പാർട്ടിൻ്റെ നെഗേഷൻ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ നമ്പർ നെഗേഷൻ എന്താ? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ. കണ്ടോ, ഇവിടെ ഡിവിസിബിൾ ബൈ 3 എന്നുള്ളിടത്ത് ഒരു നോട്ട് എഴുതുക. ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, then it is not divisible by 9. അപ്പോൾ if p then q ൻ്റെ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻ്റ് ആണ് if negation q then negation p. അതിനെയാണ് അങ്ങനെയാക്കി എഴുതുന്നതിനെയാണ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമുക്കവിടെ വരുന്നതാണ് കോൺവേഴ്സ്. കോൺവേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണ് ഇഫ് പി ദെൻ ക്യൂ ദെൻ പി. രണ്ടാമത്തെ ഫസ്റ്റ് എഴുതണം, ഇഫ് ക്യൂ ദെൻ പി. കോൺവേഴ്സ് എങ്ങനെയാണ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ അതിൻ്റെ കോൺവേഴ്സ് ഇഫ് ക്യൂ ദെൻ പി ആണ്. ഓക്കെ, അതിനും ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10, then it is divisible by 5. അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 തിരിച്ചെഴുതുക. ഇത് ആദ്യം എഴുതുക, രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുക. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5, then it is divisible by 10. അപ്പോൾ കോൺവേഴ്സ് എന്താണ്, കോൺട്രാപോസിറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് പി ദെൻ ക്യൂ ഇംപ്ലൈസ് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. രണ്ടിനും നെഗേഷൻ ഇട്ടിട്ട് രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുക. അതാണ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്. കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഇംപ്ലൈസ് ദെൻ ഇഫ് ക്യൂ ദെൻ പി. ആദ്യം രണ്ടാമത്തെ എഴുതുക, പിന്നെ ആദ്യത്തെ എഴുതുക. ഇതിനാണ് കോൺവേഴ്സ്. ആൻഡ് നെഗേഷൻ എന്ന് വെച്ചാൽ നോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് if x equal to 2 then x square is equal to 4. Write corresponding contrapositive statement. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ കോൺട്രാപോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇഫ് എക്സ് ഈക്വൽ ടു 2 ദെൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ്, ഇഫ് എക്സ് സ്ക്വയർ, ഇഫ് എ നമ്പർ എക്സ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു 4 ദെൻ എക്സ് നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് വെച്ചാൽ നോട്ട് വെച്ചിട്ട്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ തിരിച്ചെഴുതിയിട്ട് രണ്ടിനും നോട്ട് കൊടുക്കുന്നതാണ് കോൺട്രാപോസിറ്റീവ്. ഇനി നെക്സ്റ്റ്, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്
if x is an integer and x square is even, then x is also even. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. if x is an integer and x square is even, then x is also even. show that the statement is true by the method of contrapositive. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് എഴുതാം. q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് x is an integer and x square is even. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് r എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് x is even. x is even. x is an even integer. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കോൺട്രാപോസിറ്റീവായിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നെഗേഷൻ r ഇംപ്ലൈസ് നെഗേഷൻ q എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നെഗേഷൻ r എന്ന് വെച്ചാൽ എന്താണ്? നെഗേഷൻ r എന്ന് വെച്ചാൽ എക്സ് ഇസ് ആൻ ഈവൺ ഇൻറ്റിജർ. അപ്പം ആറാണ് എക്സ് ഇസ് ആൻ ഈവൺ ഇൻറ്റിജർ. അപ്പം നെഗേഷൻ ആറോ നെഗേഷൻ ആർ ഓർ ദറ്റ് മീൻസ് എന്താണ്? എക്സ് ഇസ് നോട്ട് ആൻ ഈവൺ ഇൻറ്റിജർ. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. എക്സ് ഇസ് നോട്ട് ആൻ ഈവൺ ഇൻറ്റിജർ. അതിൻ്റെ മീനിങ് എന്താണ്? ദറ്റ് മീൻസ് ഓർ എക്സ് ഇസ് നോട്ട് ആൻ ഈവൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഓഡ്. എക്സ് ഇസ് ഓഡ് ഇൻറ്റിജർ. ഓഡ് ഇൻറ്റിജറിൻ്റെ ഫോം എന്താണ്? 2n+1. സോ ദറ്റ് ഇസ് 2n+1. എക്സ് ഇസ് ഈക്വൽ ടു 2n+1. അപ്പോൾ ദാറ്റ് മീൻസ് ദറ്റ് ഇസ് ഓർ ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്യാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2n+1 ഹോൾ സ്ക്വയർ. എന്തിനാണ് സ്ക്വയർ ചെയ്തത്? ഇവിടെ എക്സ് സ്ക്വയറും ഈവൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഓടാണെങ്കിൽ ഇതും ഓടാന്ന് കാണിക്കണം. എക്സ് ഓടാണെങ്കിൽ എക്സ് സ്ക്വയറും ഓടാന്ന് കാണിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n² + 4n+1. അപ്പം ഇതിൽ നമുക്കിവിടെ കാണാം 4n² + 4n+1 എന്ന് പറയുമ്പോൾ അതിൽ ഈ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ 4 കോമൺ ആണ്. ബാക്കി n² + n ലാസ്റ്റ് +1. അപ്പോൾ ഇത് ഈവണിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഓഡ് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഓഡ്. അപ്പോൾ എക്സ് സ്ക്വയർ ഓഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് സ്ക്വയർ ഓഡ് ആണെങ്കിൽ ആ ക്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണ് അല്ലേ? ക്യൂ ഇസ് ഈവൺ എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇസ് ഓഡ്. അതിൻ്റെ മീനിങ് എക്സ് സ്ക്വയർ ഇസ് നോട്ട് ഈവൺ അല്ല. ഈവൺ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് സ്ക്വയർ ഇസ് നോട്ട് ഈവൺ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നെഗേഷൻ ക്യൂ. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് നെഗേഷൻ ആറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം റീച്ച്ഡ് എവിടെ എത്തി? നെഗേഷൻ ക്യൂവിലെത്തി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കോൺട്രാപോസിറ്റീവ് രീതിയിലാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കോൺട്രാപോസിറ്റീവ് ആകുമ്പോൾ നെഗേഷൻ ആർ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അപ്പം നെഗേഷൻ ആർ എന്താണ്? ആറിൻ്റെ നെഗറ്റീവ്. ആർ എന്ന് പറയുന്നത് എക്സ് ഇസ് ആൻ ഈവൺ ഇൻറ്റിജർ ആണ്. അപ്പം നെഗേഷൻ ആർ എന്ന് വെച്ചാൽ എക്സ് ഇസ് നോട്ട് ആൻ ഈവൺ ഇൻറ്റിജർ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ ഓഡ് ഇൻറ്റിജർ. അപ്പം നമ്മൾ എത്തിക്കേണ്ടത് എവിടെയായിരിക്കണം? നമ്മൾ എത്തിക്കേണ്ടത് നെഗേഷൻ ക്യൂവിലാണ്. നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഈവൺ ആണെന്നാണ്. പക്ഷേ നെഗേഷൻ ക്യൂ ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഈവൺ ആണ്. അപ്പം നെഗേഷൻ ക്യൂ ആണെങ്കിൽ അത് ഓഡാണ്. അപ്പോൾ ഓഡിൽ എത്തിക്കണം നമുക്കപ്പോൾ ഓഡിൽ തന്നെ നമ്മൾ എത്തിച്ചു അല്ലേ? അപ്പോൾ എക്സ് 2n+1 എടുത്തു. അതിനെ സ്ക്വയർ ചെയ്തപ്പോഴും എനിക്ക് ഓഡ് കിട്ടി. ദെർഫോർ എക്സ് സ്ക്വയർ ഇസ് നോട്ട് ഈവൺ. അത് ഓഡാണ്. നോട്ട് ഈവൺ എന്ന് പറയുമ്പോൾ നെഗേഷൻ ക്യൂ. ദെർഫോർ negation R implies negation Q. Therefore, by contrapositive method, we proved that that statement is true. Ini next one. Write the contrapositive of the given statement. ഈ തന്നിരിക്കുന്നതിൻ്റെ contrapositive എഴുതാനാണ് പറയുന്നത്. If a number is divisible by 9, then it is divisible by 3. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്നത് ഇഫ് പി ദെൻ ക്യൂ ആണ് അല്ലേ? ഇഫ് പി ദെൻ ക്യൂ ആണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ദെൻ നെഗേഷൻ പി. നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ ആദ്യം രണ്ടാമത്തെ ഭാഗം എഴുതുക. അപ്പോൾ എന്താണ്? ഇഫ് എ number is not divisible by 3,
It is not divisible by 9. It is not divisible by 9. അപ്പോൾ രണ്ടും നെഗേഷൻ ആക്കി തിരിച്ചെഴുതുന്നതാണ് കോൺട്രാപോസിറ്റീവ്. ഇനി നെക്സ്റ്റ് വൺ, വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാഞ്ഞത്. കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ തെറ്റാണെന്ന് അവസാനം നമ്മളൊരു ഫോൾസ് കാര്യം എസ്യൂം ചെയ്തിട്ട് അത് തെറ്റാണെന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ നമ്മൾ നോട്ടെന്ന് എസ്യൂം ചെയ്തിട്ട് പിന്നെ അത് ഫോൾസ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് ലാസ്റ്റ് നമ്മൾ ഫൈനലി എന്തെത്തണം, ഇറ്റ് ഇസ് ട്രൂ എന്നുള്ള റിസൾട്ടിൽ എത്തണം. അതിനാണ് കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇവിടെ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് 7 ഇസ് ഇറാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് എസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, എസ്യൂം ദാറ്റ് the statement is false. Statement is false. അപ്പോൾ false എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് 7 is irrationalൻ്റെ false statement, that is root 7 is rational. root 7 is rational. അപ്പോൾ റൂട്ട് 7 റാഷണൽ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്തിലേക്ക് എത്തണം, അത് തെറ്റാണെന്നുള്ള കണ്ടീഷനിലേക്ക് എത്തണം. എന്നാലേ റൂട്ട് 7 ഇറാഷണൽ ആവുള്ളൂ അല്ലേ. റൂട്ട് 7 ഇറാഷണൽ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എസംഷൻ റോങ് ആണ്, അതായത് ഈ റൂട്ട് 7 ഇറാഷണൽ അല്ലാന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ചാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തത് റൂട്ട് 7 ഇസ് റാഷണൽ എന്ന് എടുത്തു. എസംഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു റാഷണൽ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 7 ക്യാൻ ബി റിട്ടൺ ആസ് a by b ഫോം, where a and b has no common factors. Where a and b have no common factors. രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് അല്ലേ, p/q ഫോം അല്ലെങ്കിൽ a/b ഫോം. ഇനി ഞാൻ രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്തു. അപ്പോൾ റൂട്ട് 7 സ്ക്വയർ എന്ന് വെച്ചാൽ 7 is equal to a square by b square, or that is equal to a square is equal to 7b square. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a square is equal to 7b square എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, ദിസ് മീൻസ് 7 divides a. 7 divides a അല്ലേ, കാരണം ഈ 7നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ a square by 7. അപ്പോൾ a സ്ക്വയറിനെ 7 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7 divides a ഓൾസോ. അപ്പോൾ there exists an integer c such that, അപ്പോൾ 7നെ 7 divides a-നെ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ a-നെ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് a can be written as, അപ്പോൾ a എന്തായിട്ട് എഴുതാം, 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം അല്ലേ. a-നെ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ a can be written as a multiple of 7. അപ്പോൾ 7c എന്ന് എഴുതി. Now again രണ്ട് ഭാഗവും ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പോൾ a square is equal to 49c square. ഇവിടെ നമുക്ക് മുകളിൽ a square is equal to 7b square എന്നും ഇവിടെ a square is equal to 49c square എന്നും ഈ രണ്ടും ഞാൻ എടുത്തു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ്സ് സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡ്സും സെയിം ആണ്. അതായത് ഫ്രം ദീസ് വി ക്യാൻ ടേക്ക് 7b square is equal to 49c square. രണ്ട് ഭാഗത്തും 7 കോമൺ ആയതുകൊണ്ട് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 7c സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടിയത് കണ്ടോ, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 7c സ്ക്വയർ എന്നാണ് കിട്ടിയത്. അതായത് 7 ഡിവൈഡ്സ് ബി, ദിസ് മീൻസ് 7 ഡിവൈഡ്സ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 7 ഡിവൈഡ്സ് എ ആൻഡ് ഇവിടെ എന്ത് കിട്ടി, 7 ഡിവൈഡ്സ് ബി. അതിൻ്റെ അർത്ഥം എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്, 7 ഇസ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി. ദിസ് മീൻസ് 7 is common in both A and B. എയിലും ബിയിലും കോമൺ ആണ് 7, അതുകൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് 7. അപ്പോൾ 7 കോമൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തായിരുന്നു എസ്യൂം ചെയ്തത്, റൂട്ട് 7 ഇതിനകത്ത് കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് നമ്മൾ എസ്യൂം ചെയ്തത് അല്ലേ.
അപ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത് എയിലും ബിയിലും ഒന്നും കോമൺ ഇല്ല എന്ന്. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടിയേ? എ ആൻഡ് ബിയിൽ കോമൺ ആയിട്ട് 7 വന്നു. ദെർഫോർ നമ്മുടെ അസംഷൻ, നമ്മുടെ അസ്യൂം ചെയ്തത് കോൺട്രഡിക്ട്സ് അല്ലേ? അപ്പോൾ 7 ഈസ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി വിച്ച് contradicts our assumption. That എന്തായിരുന്നു assumption? That A and B have no common factors. അപ്പോൾ നമ്മുടെ assumption തെറ്റാണ്. Hence our assumption is wrong. That is hence our assumption root 7 is rational എന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. അത് തെറ്റാണ്. is wrong. Hence root 7 is irrational. അപ്പം ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇറാഷണൽ പ്രൂവ് ചെയ്യുന്നതിന് സെയിം സ്റ്റെപ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഏത് നമ്പറാണോ ഇറാഷണൽ എന്നുള്ളത് അതിനെ എ ബൈ ബി അതിനെ അസ്യൂം ചെയ്യുക. കോൺട്രഡിക്ടറി രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ അസംഷൻ എന്തായിട്ടാണ് എടുക്കുന്നത്? വി അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. ദെർഫോർ ഇറ്റ് ഈസ് റാഷണൽ. എന്നിട്ട് അതിനെ എ ബൈ ബി ഫോമിൽ എഴുതി സ്ക്വയർ ചെയ്തു. രണ്ടിടത്തുനിന്നും നമുക്ക് എന്ത് കിട്ടി? 7 ഡിവൈഡ്സ് എ എന്നും കിട്ടി, 7 ഡിവൈഡ്സ് ബി എന്നും കിട്ടി. അപ്പോൾ 7 ഡിവൈഡ്സ് ബോത്ത് എ ആൻഡ് ബി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 7 അതിൽ കോമൺ ആണ്. ദെർഫോർ അവർ അസംഷൻ ഇസ് റോങ് ദാറ്റ് root 7 is rational. So it is not rational, it is irrational. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ. ഇപ്പോൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ സം ഓഫ് 3 and 4 is 7. അപ്പോൾ നെഗേഷൻ പി എന്താണ്? ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ന് പി ആയിട്ട് അസ്യൂം ചെയ്യാം കേട്ടോ. അപ്പം നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ നോട്ട് പി. അപ്പോൾ പല രീതിയിൽ നമുക്ക് നോട്ട് പി എഴുതാം. ഒന്ന് ദ സം ഓഫ് 3 and 4 is not 7 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് the sum of 3 and 4 is 7. അല്ലെങ്കിൽ ഓർ എങ്ങനെ എഴുതാം? ഓർ the sum of 3 and 4 is not 7. ഇതൊക്കെയാണ് നെഗേഷൻ. ഇനി നെക്സ്റ്റ് വൺ. റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഇസ് ഓഡ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ്, ഇഫ് എക്സ് ഇസ് നോട്ട് ഓഡ് then x is not a prime number. Negation P implies negation Q implies negation P. ഇപ്പോൾ കോൺട്രാപോസിറ്റീവ് ക്ലിയർ ആയല്ലോ അല്ലേ? നെഗേഷൻ, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. സോ ഇറ്റ് ഇസ് ഫാൾസ് ദാറ്റ്. നെഗേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഇറ്റ് ഇസ് ഫാൾസ് ദാറ്റ് all triangles are not equilateral triangles. അല്ലെങ്കിൽ മാറ്റി എഴുതാം, all triangles are equilateral. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് അങ്ങ് മാറ്റിയിട്ട് എഴുതിയാൽ മതി. പിന്നെ വെരിഫൈ ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പോൾ ഈ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു അസ്യൂം. കോൺട്രഡിക്ഷൻ ആണ്. സോ അസ്യൂം റൂട്ട് 2 ഈസ് റാഷണൽ. റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് 2 ക്യാൻ ബി റിട്ടൺ ആസ് എ ബൈ ബി, വേർ എ ആൻഡ് ബി ഹാസ് നോ കോമൺ ഫാക്ടേഴ്സ്. എ ആൻഡ് ബി ഹാവ് no common factors ഇല്ല.
ഇനി രണ്ടും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പം 2 is equal to a square by b square, or this means that ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a square is equal to 2b square. That means 2 divides a. ഇനി നമുക്ക് വീണ്ടും a equal to 2ൻ്റെ മൾട്ടിപ്ലാക്കി എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ ചെയ്യുമ്പം a square is equal to 4c square. ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ്സ് സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡും സെയിം ആയിരിക്കും. ഇപ്പം 2b square is equal to 4c square, or b square is equal to 2c square. അപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടിയത് നമുക്ക്? We got the result that 2 divides b. So that means 2 divides both a and b. Hence 2 is common in both, അല്ലേ? This contradicts the assumption that a and b have no common factors. നമ്മുടെ assumption wrong ആണ്. Hence our assumption that root 2 is rational is wrong. Hence root 2 is irrational. ഇതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സാധാരണയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതന്നെ സെയിം ഒന്നെങ്കിൽ റൂട്ട് 7 അല്ലെങ്കിൽ റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് 6, ഏതെങ്കിലും റൂട്ട് 5. അപ്പോൾ എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എ നമ്പർ n is even, then n square is even. കോൺവേഴ്സ് ആകുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ, കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ക്യൂ ദെൻ പി, തിരിച്ചെഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഇവിടെ എഴുതുക? ഇഫ് n സ്ക്വയർ ഇസ് ഈവൺ, then the number n is even. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തെ നെഗേഷൻ പഠിക്കണം, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, പിന്നെ ആ കോൺട്രഡിക്ഷൻ വെച്ചിട്ട് റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് 5 അല്ലെങ്കിൽ റൂട്ട് 7 ഈസ് ഇറാഷണൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും. ഇത്രയുമാണ് നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.